ആടാ മക്കളെ, നമ്മൾ പ്രോജക്റ്റൈൽ മോഷനിൽ ചില കൺസെപ്റ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു എന്താ, പ്രോജക്റ്റൈൽ മോഷൻ ഒരു 2 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിലും നമുക്ക് 2 ഡയമെൻഷണൽ മോഷനെ കുറിച്ച് പഠിക്കാനെന്ന് അറിഞ്ഞൂടാ. നമ്മളതിനെ 2 1 ഡയമെൻഷൻ മോഷനാക്കി സ്പ്ലിറ്റ് ആവും. ഒന്ന് ഹൊറിസോണ്ടൽ മോഷനും മറ്റൊന്ന് വെർട്ടിക്കൽ മോഷനും. എന്നിട്ട് രണ്ടിനെയും രണ്ടായി തന്നെ കണ്ട് പഠിക്കും. എന്നിട്ട് അവസാനം കിട്ടിയ ഉത്തരത്തെ ആഡ് ചെയ്യും. എന്നിട്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കും. ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ചേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് എഴുതിക്കോളൂ. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് with an initial velocity u, making an angle theta with the horizontal. After a time t, small t aane, after a time t, find out ഒന്ന് horizontal displacement, 2 vertical displacement, 3 resultant displacement, 4 magnitude of resultant displacement. കാര്യം മനസ്സിലായോ? എന്താ? ഇനി നമുക്ക് ആൻസർ ചെയ്യാം. ഒരു ബോഡീനെ പ്രൊജക്റ്റ് ചെയ്തു അല്ലേ? ഒരു ബോഡീനെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു എന്നാ പറഞ്ഞേ? ഒരു ബോഡീനെ യു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്തു. ടി സമയത്തിന് ശേഷം ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എത്തിക്കോട്ടെ. ടി സമയത്തിന് ശേഷം ഇവൻ ഇവിടെ എത്തി. ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ് കോർഡിനേറ്റും ഉണ്ട്, ഒരു വൈ കോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സ് ഐ ക്യാപ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? യെസ്. വൈ ജെ ക്യാപ് എന്ന് പറയുന്നതാണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. Isn't it? So simple. അത് രണ്ടും കൂടി ചേർന്നതാണ് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം ചിത്രം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ ചിത്രം വരച്ചതിൻ്റെ ചോട്ടിൽ നമ്മൾ എന്താ എഴുതുക? അത് എഴുതിക്കോളൂ. ചിത്രം വരച്ചതിൻ്റെ ചോട്ടിൽ നമ്മൾ എഴുതുക എന്താ? ഹിയർ വി സ്പ്ലിറ്റ് ദ മോഷൻ ഇൻ ടു 2 1-dimensional motions. Horizontal motion is a uniform velocity motion, while vertical motion is a uniformly accelerated motion. ഇനി ഓരോന്ന് കാണാം. ഒന്നാമത്തത് to find x. എന്തായിരുന്നു കാണേണ്ടത്? എക്സ് ആയിരുന്നു കാണേണ്ടത്. എക്സ് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മൾ പഠിച്ചല്ലേ? യു ഗോട്ട് ഇറ്റ്? യു നോ ദിസ് ഇക്വേഷൻ. അതിൽ എസിന് പകരം എന്തിടണം? എക്സ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. യു എക്സ് ആവണം. അപ്പോൾ എസ് എക്സ് ആണെങ്കിൽ യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. എസ് എക്സ് എത്രയാണ്? എക്സ് ആണ്. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? യു കോസ് തീറ്റ. യു എക്സ് അല്ലേ? ഇതല്ലേ തീറ്റ. അപ്പം ഇങ്ങോട്ടേക്കുള്ളതാണ് യു കോസ് തീറ്റ, ഇങ്ങോട്ടേക്കുള്ളതാണ് യു സൈൻ തീറ്റ. ഇത് നമ്മൾ പഠിച്ചല്ലേ? റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. അപ്പോൾ എസ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ്. യു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ഇനീഷ്യൽ വെലോസിറ്റി. എ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ആക്സിലറേഷൻ. ഓക്കെ, അപ്പം ഇനി എ എക്സ് എന്താ? എ എക്സ് 0. വൈ? എന്താ കാര്യം? ഹൊറിസോണ്ടൽ മോഷൻ ആക്സിലറേഷൻ ഇല്ലാത്ത മോഷനാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല. ഫോഴ്സ് ഇല്ലാത്ത ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി പ്ലസ് 0. ദാറ്റ്സ് ഓൾ. സോ വെക്ടർ എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ടി ഐ ക്യാപ്. ഇതാണ്
xi cap. Okay, now to find y, എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക? sy എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിലെ വാല്യൂ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു uy t പ്ലസ് ഹാഫ് ay t സ്ക്വയർ. നാം നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. 2 ഡയമെൻഷണൽ മോഷൻ നമ്മൾ രണ്ട് 1 ഡയമെൻഷണൽ മോഷനായി സ്പ്ലിറ്റ് ചെയ്യാണ്. പുതിയതായി ഒന്നും പഠിക്കുന്നില്ല. മുറിക്കുക, ഓരോന്നോരോന്ന് കാണുക, കൂട്ടിക്കെട്ടുക, ഫൈനൽ ഉത്തരം കാണുക. ദാറ്റ്സ് ഇറ്റ്. സോ sy ഈസ് ഈക്വൽ ടു uy t പ്ലസ് ഹാഫ് ay t സ്ക്വയർഡ്. syന്റെ സ്ഥാനത്ത് y, uy-ന്റെ സ്ഥാനത്ത് u സൈൻ തീറ്റ t പ്ലസ് ഹാഫ് ay-ന്റെ സ്ഥാനത്ത് മൈനസ് ജി. എന്താ മൈനസ് ജി വന്ന് നമ്മൾ പഠിച്ചിരുന്നു. സൈൻ കൺവെൻഷൻ ഫോർ യൂസിങ് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ്. ഇനീഷ്യൽ വെലോസിറ്റി വെർട്ടിക്കലി എങ്ങോട്ടാ? മേലോട്ടാ. പക്ഷേ ഗ്രാവിറ്റി എങ്ങോട്ടാ? താഴോട്ടാ. അതുകൊണ്ടാണ് ay എന്തായത്? മൈനസ് ജി ആയത്. അപ്പോൾ y ഈക്വൽ ടു u സൈൻ തീറ്റ t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർഡ്. സോ സിമ്പിൾ. അപ്പോൾ വെക്ടർ y ഈസ് ഈക്വൽ ടു u സൈൻ തീറ്റ t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർഡ്, ദാറ്റ് മച്ച് j. ഇനി എന്താ കണ്ട്? ടു ഫൈൻഡ് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്. എന്താ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്? റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു xi plus yj. That is equal to u cos theta t I cap plus u sin theta t minus half gt squared j cap. So simple. So simple. ഒന്നും ചെയ്യാനില്ല. ആഡ് ചെയ്തു, പൊട്ടിച്ചു, ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചു, ആഡ് ചെയ്തു, മുറിച്ചു, കൂട്ടിക്കെട്ടി. That's all. Now to find magnitude of the displacement. അത് വളരെ സിമ്പിൾ അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് കുറച്ച് നീളം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, യു കോസ് തീറ്റ ടി ദി ഹോൾ സ്ക്വയർഡ് പ്ലസ് u sin theta t minus half gt square the whole square. ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രൊജക്ടൈൽ മോഷനിലെ എന്ത് കണ്ടുപിടിച്ചു? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്. എന്താ ചെയ്ത്? മൊത്തം മോഷനെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു. എക്സ് ആക്സിസിലേക്ക് ഒരു കഷ്ണം, വൈ ആക്സിസിലേക്ക് ഒരു കഷ്ണം. എക്സ് ആക്സിസിൽ വേറെ തന്നെ കണ്ടു, വൈ ആക്സിസിൽ വേറെ തന്നെ കണ്ടു, രണ്ടും കൂടെ ആഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.